ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടും ഒരു വിൻറ്റേജ് തീമിൽ വരുന്ന വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വിൻറ്റേജ് തീമിൽ വരുന്ന വീഡിയോസ് ഒന്നും ഫോളോ ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റായിട്ടൊരു പെൻപാലിൻ്റെ വീഡിയോ ആയിരുന്നു വിൻറ്റേജ് തീമിൽ ഈടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ ഇട്ടിട്ടും ഇനി നമുക്ക് അടുത്ത വീഡിയോ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള വിൻറ്റേജ് ആയിട്ടുള്ള വാക്സിൽ സപ്ലൈസ് എന്തൊക്കെയാണെന്നുള്ളതാട്ടോ. ഇത് ഞാനിങ്ങനെ വിൻറ്റേജ് തീമിൽ എന്ത് കോണ്ടന്റ് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്താക്കാം. അപ്പോൾ ഒരു വിൻറ്റേജ് തീം ആവും ചെയ്യും, പിന്നെ എൻ്റെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള വാക്സിൽ സപ്ലൈസ്. അപ്പോൾ അധികം വിൻറ്റേജ് തീമിന് മാച്ച് ആവുന്ന സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, അതായത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത്. അതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ആണ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് വരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ വാക്സിലിംഗ് സ്പൂൺസ് ആണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ കുറേ ഉണ്ട് വാക്സിൽ സ്പൂൺസ്. ഇതിൽ കാണിക്കാത്തൊരു 3 സ്പൂണും കൂടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഒരു ഗ്രീൻ കളറിൽ കാണുന്ന സ്പൂൺ കണ്ടോ, ഇതിനെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പൂണായിരുന്നു. പിന്നെ മറ്റേ കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ച് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ കാണിക്കാത്ത 3 ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിപ്പോൾ ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം അതായത് ഉപയോഗിക്കുന്ന കാൻഡിൽ, പിന്നെ ഇതിൽ ഒരു ഫർണസ് ഉണ്ട്, അതായത് നമ്മൾ കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന സാധനം. ഇപ്പോൾ ഈ ഒരു വുഡൻ്റെ പിന്നെ ഒരു ബ്ലാക്കും കണ്ടില്ലേ, അതുപോലത്തെ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ഫർണസ് ഉണ്ട്. അത് ആ കരി പിടിച്ച് കിടക്കുക, അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഒരു 3 സ്പൂണും പിന്നെ ഒരു കാൻഡിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുക, കാരണം ആകെ മൊത്തം കരിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അതായത് ശരിക്ക് നമ്മൾ വാക്സ് ഉരുക്കിയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ 3 സ്പൂണും ഒരു ഫർണസും. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇതിൽ കാണിക്കുന്നില്ല, കാരണം കാണിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം കരിയാകും, എൻ്റെ ഡെസ്കും കയ്യും ഒക്കെ കൂടെ. അപ്പോൾ ഇതൊക്കെ വാക്സിൽ സ്പൂൺസ് ആണ്. ഇതിലൊരു പിങ്കും പിന്നെ അതുപോലെ ഒരു വൈറ്റും കണ്ടോ, അതാണ് കുറച്ച് കളർഫുള്ളായിട്ട് വരുന്നത്. അത് പിങ്കിക്ക് കുറച്ച് ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. വൈറ്റ് പിന്നെ വിൻറ്റേജിന് മാച്ചാണ്. പിന്നെ ബാക്കി അതായത് ബ്രൗണ്, പിന്നെ ഡാർക്ക് ബ്രൗണ്, പിന്നെ ഗ്രീന്, പിന്നെ ഒരു എന്താ പറയുക ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒന്നുണ്ട്, അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുമല്ലും ആ കരിയുണ്ട്. അത് നിങ്ങൾ എൻ്റെ അതായത് വാക്സിൽ ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ അതിൽ കാണാം ആ സ്പൂണ്. പിന്നെ 2 സിൽവറിൻ്റെ ഒരു ടൈപ്പിൽ വരുന്നത്, അത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, എജുമാർട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെയാണ് വാക്സിൽ സ്പൂൺസിൽ വരുന്നത്. അതിൽ ഈ ഒരു പിങ്ക് മാത്രമല്ല കുറച്ചുകൂടെ ഒരു ക്യൂട്ട് പാസ്റ്റൽ ആ ഒരു തീമിൽ വരുന്നതും. അത് ഞാൻ ഇനി അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ റേറ്റും നല്ല കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊരു ആൻറ്റിക് ടൈപ്പിൽ വരുന്ന ഒരു വാക്സിൽ സ്പൂണാണ് കേട്ടോ. ഇത് ഈ ഫർണസിൽ നിൽക്കുന്നില്ല, നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ബാക്കി സ്പൂൺസ് ഒന്നും അങ്ങനെയല്ല, നമ്മളതിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിൽ വാക്സിൽ സ്പൂൺസ് വരുന്നത്. ഇനി അടുത്തത് വാക്സിൽ സ്റ്റാമ്പ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കാണിക്കുന്ന ഡിസൈന് ഇതാണ് കേട്ടോ. ഇതിൽ ഈ ഹാൻഡിലും അതുപോലെ ആ ഒരു ഡിസൈനും സെപ്പറേറ്റ് വരുന്നതാണ്. ഈ ഹാൻഡിൽ പേപ്പർ വേൾഡ് എന്ന് പറഞ്ഞൊരു പേജ് സെൻഡ് ചെയ്ത് തന്നതായിരുന്നു. അതും ഞാൻ നേരത്തെ ഒരു സ്പൂണ് കാണിച്ചെന്നല്ലോ, ഒരു ആൻറ്റിക് ടൈപ്പിൽ വരുന്നത്. അത് രണ്ടും നല്ല മേച്ചാണ്. അപ്പോൾ ഈ ഹാൻഡിൽമേൽ നമുക്കിങ്ങനെ ഡിസൈൻസും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഡിസൈൻസ്, അതായത് ഹാൻഡിൽ ഇല്ലാണ്ട് കുറച്ച് ഡിസൈൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റും, ഇതിൽ എല്ലാത്തിലും ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് സെറ്റായിട്ട് വാങ്ങിച്ച ഒരു സ്റ്റാമ്പായിരുന്നു. ഇതിന് 200 സംതിങ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഉള്ള വാക്സിൽ സ്റ്റാമ്പ്സിൽ കുറച്ച്, അതായത് ഡയമീറ്റർ കുറച്ച് കൂടുതൽ ഉള്ളത് ഈ ഒരു സ്റ്റാമ്പിനാണ്. അതിങ്ങനെ വലുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചും അങ്ങനെ വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ ഓരോന്ന് അങ്ങനെ കണ്ണിൽ കാണുമ്പോൾ വാങ്ങിച്ച് പോരില്ലേ, അപ്പോൾ അങ്ങനെ ചിന്തിക്കും ഇത് തന്നെ യൂസ് ചെയ്യാം, അങ്ങനെ ഒരു യൂസ് ഉണ്ടാക്കിയിട്ട് അത് വാങ്ങിച്ചിട്ട് പോരുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഇത് ഹാൻഡിലും ഡിസൈനും സെറ്റായിട്ട് വരുന്ന ഒന്നായിരുന്നു, പക്ഷെ അതിന് വേറൊരു സ്റ്റാമ്പായിരുന്നു, ഞാൻ തൽക്കാലം സ്വാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഈ ഒരു ഡിസൈനാണ്. ഇതൊരു കപ്പിൽ കുറച്ചിങ്ങനെ ഫ്ലവേഴ്സ് വരുന്ന ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഡിസൈനായിരുന്നു. പൊതുവേ വാക്സീലിംഗ് എന്നൊക്കെ പറയുന്നത് അധികം വിൻറ്റേജ് തീമിനോടാണല്ലോ മാച്ചായിട്ട് വരുന്നത്. നമ്മുടെ ക്യൂട്ട് ആൻഡ് പാസ്റ്റൽ തീമിലും വരുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടെ ആ ഒരു ഭംഗി, അതായത് ഒരു ആസ്തറ്റിക്സ് മാച്ച് ആവുക വിൻറ്റേജിനോടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ബ്രൗണ് അങ്ങനത്തെ വിൻറ്റേജ് തീമിന് മാച്ചായിട്ട് വരുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു ബ്ലൂ കളറിൽ വരുന്നതാണ് കേട്ടോ. ഇതും ഹാൻഡിലും ഡിസൈനും ഒരുമിച്ച് വരുന്നതായിരുന്നു, പക്ഷെ അതിൻ്റെ ഡിസൈൻ ഇതല്ലായിരുന്നു. ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, അപ്പം അങ്ങനെ മാറ്റി മറിച്ച് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്, ബാക്കിയല്ലാതെ വുഡനാണ്, അതിലൊന്ന് മെറ്റൽ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇത് ഭയങ്കര ചെറുതാണ്. ഇതിന് എത്ര 50 രൂപയാണ് എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതായത് 50 പെൻസ്. അങ്ങനെ ചിലത് ഓരോ പെൻസിൽ കാണുമ്പോഴും അങ്ങനെ വാങ്ങിക്കുന്നതാണ്.
പിന്നെ ഇതും അതുപോലത്തെ ഒന്നും, ഇതിൻ്റെയും ഡിസൈൻ ഇതല്ലായിരുന്നു, ഇത് ഞാൻ മാറ്റി മറിച്ചിട്ടതായിരുന്നു. ഇതും ഹാൻഡിലും ഡിസൈനും വരുന്നതായിരുന്നു കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, നാട്ടിൽ നിന്ന് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതെനിക്ക് ഏതാ ഷോപ്പിൽ നിന്ന് ഓർമ്മയില്ല. അധികം വാക്സിൽ അതായത് ഇങ്ങനത്തെ ഡിസൈൻസ് മാത്രമായിട്ടാണ് ഞാൻ അതായത് ലണ്ടനിൽ നിന്നായപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി അധികം ഡിസൈനർ സ്റ്റാമ്പ് വരുന്നതൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു വുഡൻ്റെ കാണിച്ചല്ലോ, അത് ഞാൻ എൻ്റെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പപ്പയ്ക്ക് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതായിരുന്നു, അവർ യൂസ് ചെയ്തതായിരുന്നു. അപ്പം ഞാനത് അടിച്ചു മാറ്റി പോകുന്നതാണ്. അതിന് ഇതുവരെ അതുമല്ലൊരു PO എന്നുള്ളൊരു എഴുത്ത് ഉണ്ട്, എന്നാലും വീട്ടിൽ വെറുതെ ഇടയ്ക്കല്ലേ വിചാരിച്ചിട്ട് എടുത്ത് പോകുന്നതായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റാമ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതും എനിക്ക് പേപ്പർ വേൾഡ് പറഞ്ഞൊരു പേജ് സെൻഡ് ചെയ്ത് തന്നതായിരുന്നു. അതിന്മേൽ മിനി ക്ലോവർ ആ ഒരു ഡിസൈനാണ് വരുന്നത്. ഇനി അടുത്തത് ഈ ഒരു വാക്സിൽ ബീഡ്സ്. ഇതൊക്കെ ഞാൻ അടുത്ത ഏതൊക്കെയോ പേജിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറേ മുമ്പ് വാങ്ങിച്ച് കൂട്ടിയതാണ് അതൊക്കെ ഓരോ പാക്കറ്റിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓർഗനൈസ് ചെയ്യാനൊരു സുഖം എന്നുള്ള രീതിക്കാണ് ആ ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ DIY സ്റ്റാമ്പ്സ് ആണ് കേട്ടോ. ഒന്ന് നമ്മുടെ റോയൽ മിറാജ് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം ഉണ്ടല്ലോ, അതിൻ്റെ ക്യാപ്പാണ്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു സിറ ഉണ്ടായിരുന്നു, അതിൻ്റെ ക്യാപ്പായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പ്ലെയിൻ അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള വാക്സിൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഹാൻഡിലിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കോർക്കിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ കോർക്ക് ഞാനിങ്ങനെ സ്റ്റാമ്പ്സ് DIY സ്റ്റാമ്പ്സ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ അത് ഇതിന് നല്ല യൂസ്ഫുള്ളായി. ഇനി ഇതും വാക്സിൽ ബീഡ്സ് ആണ് കേട്ടോ. ഇതും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയായിരുന്നു. ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു പാക്കറ്റിലായിട്ട് വന്നതായിരുന്നു. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വാക്സിൽ ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ഒരു ബീഡോ അല്ലെങ്കിൽ 2 ബീഡ്സ് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 2 നമ്മുടെ ഹോട്ട് ഗ്ലൂവിൻ്റെ ഇതുണ്ടല്ലോ, അതായത് ഹോട്ട് ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതുമെന്ന് ആ സ്റ്റിക്കുമെന്ന് ഒരു കുഞ്ഞു 2 പീസ് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് ഞാൻ മിക്സ് ആക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 4-5 വാക്സിൽ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാക്സിൽ ബീഡ്സ് ചിലവായിട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇത് ഹോട്ട് ഗ്ലൂ സ്റ്റിക്സ് ആണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ കളേഴ്സ് വരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ വാക്സിൽ ചെയ്യുമ്പോഴും അതിന് യൂസ് ചെയ്യാം, കട്ട് ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാം. ഒരു സ്റ്റിക്കിന് 20 രൂപ അങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഗ്ലിറ്റർ ടൈപ്പിൽ വരുന്നതുണ്ട് കേട്ടോ. ഇതിൽ അത് ഗ്ലിറ്റർ ടൈപ്പിൽ ഇങ്ങനെ അതായത് കുറച്ചുകൂടി 10 രൂപയുടെ സ്റ്റിക്ക് വരുന്നുണ്ട്. ആ ഗോൾഡ് കാണുന്നുണ്ടല്ലോ, അത് 10 രൂപയുടേതും. പിന്നെ ആ ഒരു ബ്ലൂ ഉണ്ടല്ലോ, അത് 20 രൂപയുടെ സ്റ്റിക്കായിരുന്നു. പിന്നെ ഗോൾഡിൽ തന്നെ സിൽവറും വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ബ്ലൂവിൽ ഒരു റെഡും വരുന്നുണ്ടായിരുന്നു. ഈ ഒരു റെഡ് ഇതൊന്നും ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല, അതൊക്കെ അന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ വാങ്ങിച്ചത്. പിന്നെ സിൽവർ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിൽ തടി കുറഞ്ഞതിന് 10 രൂപ, മറ്റേത് 20 രൂപ അങ്ങനെ. പിന്നെ ഇതും വാക്സിൽ സ്റ്റിക്സ് തന്നെയാണ്. ഇതൊക്കെ ഞാൻ മുമ്പ് വാങ്ങിച്ചതാണ്, ഇതൊന്നും ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതിലിങ്ങനത്തെ വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഉപയോഗിച്ചും. ഇത് മൂന്നും ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാണ്ടും എന്തായാലും ഒരു 4-5 വർഷമായിട്ടുണ്ടാവും ഇതൊക്കെ. അതായത് വാക്സിൽ ആ ഒരു ട്രെൻഡ് ഇറങ്ങിയ ടൈം ഉണ്ടായിരുന്നല്ലോ, അന്ന് ആ ടൈമിൽ വാങ്ങിച്ച സാധനങ്ങളാണ് അതൊക്കെ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്ലൂ സ്റ്റിക്സും. ഇത് 10 രൂപ എന്തോ വരുന്നുള്ളൂ അതിന്. അപ്പോൾ ഓരോന്ന് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളറും പിന്നെ എന്താ പറയുക, അതായത് ആ വാക്സിൽ നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരുപാട് വാക്സിൽ ബീഡ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, അതായത് ഈ സിൽവറും പിന്നെ ആ ഒരു റെഡൊക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പപ്പയ്ക്ക് ഇലക്ഷൻ്റെ ടൈമിൽ അവർ യൂസ് ചെയ്ത വാക്സിൽ സീൽസ് ആണ്, വാക്സിൽ സ്റ്റിക്സ് ആണ്. ഇതിന് യൂസ് ചെയ്ത് നോക്കി, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല വൃത്തിക്ക് ആവുന്നുണ്ട്, പക്ഷെ താഴെ ഇട്ടാൽ പൊട്ടുന്നുണ്ട്. അങ്ങനത്തെ അതായത് നമ്മൾ വാക്സിൽ ചെയ്താലും ആ ഡിസൈന് താഴെ ഇട്ടാൽ പൊട്ടും. നമ്മൾ ഈ വീടൊക്കെ ജപ്തി ചെയ്യുമ്പോൾ സീൽ ചെയ്യാൻ യൂസ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റിക്കാണ് തോന്നുന്നു. പിന്നെ ഇതാണ് ക്യാൻഡിൽ, ഫർണസിൽ വെക്കാൻ യൂസ് ചെയ്യുന്ന ക്യാൻഡിലാണ് കേട്ടോ ഇത്. പിന്നെ ഇത് രണ്ടുമാണ് നമ്മുടെ ഫർണസ് വരുന്നത്. ഇതിൽ ഇങ്ങനെയാണ് ക്യാൻഡിൽ വെക്കുന്നത്, മറ്റേതിൽ നമ്മൾ മുകളിലായിട്ട് ഫർണസ് വെച്ച് കൊടുക്കുക. അങ്ങനെ ആ ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡിൽ ആ ബ്രൗണിൻ്റെ അതുപോലത്തെ ഒരു വൈറ്റ് വരുന്നുണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ടൈം ക്യാൻഡിലിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണം ആ തീൻ്റെ അടിയിൽ ഇതിങ്ങനെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടാനും. ഇതാവായിട്ട് വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ വേറെ പരിപാടികൾ കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് മാറ്റി, ഇതൊക്കെ വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ക്രയോൺസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അതായത് 2 ഗ്ലൂ സ്റ്റിക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കും, അതിലേക്ക് ക്രയോണിൻ്റെ ഒരു ചെറിയ പൊട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലാത്ത കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രയോണോണ്ട് എന്താ പറയുക, ചിലത് ശരിയാവും, ചിലത് റെഡി ആവാറില്ല ഇൻ ദ സെൻസ് ചിലപ്പോൾ നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ആ കളർ അവിടെ ഇങ്ങനെ പരന്ന് നിൽക്കുന്നത് കാണാം. അങ്ങനെ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു, എൻ്റെ വാക്സിൽ പാഡുമ്മൽ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു, ഇതിൽ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഗ്ലൂ സ്റ്റിക്കിൻ്റെ കുറച്ച് പീസസ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്രയോണിൻ്റെ പീസ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. ഇത് ഒരുവിധം പേര് ചെയ്യുന്നുണ്ടാകും എന്നറിയാം. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അതായത് ചിലർ ക്രയോണിൻ്റെ പീസസ് മാത്രം മെൽറ്റ് ചെയ്തിട്ട് സീൽ ചെയ്യും. അങ്ങനെ ആകുമ്പോഴും അത് നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഒരു പീസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉറപ്പുണ്ടാവും അതിന്. ഞാൻ പണ്ട് അതായത് വാക്സിനൊക്കെ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ ക്രയോൺസ് മാത്രം വെച്ചിട്ടാണ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് കാണിക്കുന്നത് വാക്സ് സീലിംഗ് പാഡ്സ് ആണ് കേട്ടോ. ഈ ഒരു പാഡും ഇതിന് പറ്റിക്കപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ചിത്രത്തിൽ ഇങ്ങനെയൊക്കെ സീൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തൊക്കെപ്പോഴും അതെന്തോ അത്ര സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സക്സസ് ആവാത്തതും ഇനി ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വാങ്ങിച്ചതല്ലേ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി അടുത്തത് കാണിക്കുന്നതും ഇതുപോലത്തെ വേറെ 2 പാഡ്സ് ആണ് കേട്ടോ. ഇതിലാണ് ഞാനൊന്ന് ക്രയോൺ വെച്ച് സീൽ ചെയ്തപ്പോൾ കളറ് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൽ ആ ബ്ലൂമിൽ ഞാൻ സീൽ ചെയ്ത്, അതായത് ക്രയോണ് ഇങ്ങനെ ഉരുക്കിയിട്ട് സീൽ ചെയ്തത് കൊണ്ട് കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 വരുന്നത് സെറ്റായിരുന്നു കേട്ടോ, പിങ്കും ഈ ഒരു ബ്ലൂവും. ഇതിങ്ങനെ നല്ല യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ നമ്മളിതിൽ അത് നമുക്ക് പ്രീമെയ്ഡായിട്ട് ഇങ്ങനെ സീൽസ് ചെയ്ത് വെക്കാൻ അങ്ങനെ പറ്റും. പിന്നെ ഇതും ഒരു വാക്സ് ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വാക്സ് ഉരുക്കി ഒഴിച്ചിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സീലിൻ്റെ അതായത് സൈഡിലുള്ള ഷേപ്പ് ഉണ്ടാവില്ലേ, അത് നമുക്കിങ്ങനെ ഫ്ലോറൽ ഷേപ്പിൽ കിട്ടും. മറ്റേ നമ്മൾ സീൽ ചെയ്യുമ്പോൾ റൗണ്ട് ആയിട്ടുള്ള വരിക, ഇത് സെൻറ്ററിൽ റൗണ്ട് ആയിട്ടും സൈഡിൽ ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പും അങ്ങനെ കിട്ടും. അപ്പോൾ അതാണ് എടുത്ത സാധനം. ഇത് ഞാനങ്ങനെ ആവശ്യം ഉണ്ടായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല, കണ്ടപ്പോൾ ഒരു കൗതുകം എന്നുള്ള രീതിക്ക് ഞാൻ കുറേ ഫോറിൻ ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് ഈ സീലിംഗ് പാഡ്സിന് പകരമായിട്ട് ഗ്ലാസ് ഉണ്ടാവില്ലേ, ഗ്ലാസിൻ്റെ മുകളിലും സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ സീൽസ് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമുക്കിങ്ങനെ ആദ്യം ഉണ്ടാക്കി നമ്മൾ എടുത്ത് വെക്കില്ല, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒട്ടിച്ചെടുക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടും അങ്ങനെ ചെയ്ത് വെക്കാം. അതായത് ഗ്ലാസ് നമുക്ക് ഇതുപോലെ സീലിംഗ് പാഡായിട്ട് യൂസ് ചെയ്യാം. ഞാൻ പണ്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ DIY ആയി ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലവർ സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഇത് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് മോഡലായിട്ട് മാറും. അതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് നമ്മളിങ്ങനെ സീൽ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനത്തെ ക്ലിയർ സീൽസ് ഉണ്ടാവില്ലേ, ലൈക്ക് ഈ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് സീൽ ചെയ്യുമ്പോഴും, അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് സീൽ ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടും അങ്ങനെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. പിന്നെ ഇതൊക്കെ വാക്സ് സീലിംഗ് സ്റ്റാമ്പ്സിൻ്റെ ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ. കുറച്ചെണ്ണം നാട്ടിൽ നിന്നും കുറച്ചെണ്ണം ഞാൻ ടീമൂന്ന് വാങ്ങിച്ചത് ഉണ്ട്. ടീമൂന്ന് വാങ്ങിച്ചത് ഒക്കെ ആ ഒരു ഗോൾഡ് കളറിൽ കാണുന്നതൊക്കെ ടീമൂന്ന് വാങ്ങിച്ചതാണ്. മറ്റേതൊക്കെ ഒന്ന് ഗോൾഡൻ ആയിരുന്നു, പക്ഷേ യൂസ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ. ഇതൊരു ഹണി ബീയുടെ ഡിസൈനാണ് വരുന്നത്. പിന്നെ ഈ ഡിസൈൻസ് ഒക്കെ ഞാൻ അതായത് ടീമൂത്തെ വാക്സിൽ സപ്ലൈസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതിൽ ആദ്യം ഒരു ലവ് എന്ന് എഴുതിയ സ്റ്റാമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാവ് അതിൻ്റെ ഒരു സ്റ്റാമ്പാണ് കേട്ടോ ആ ഒരു ഡിസൈനും. ഇത് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ആ ഫിംഗേഴ്സ് കറികളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. കാരണം ഇത് കുറച്ച് കുഴിഞ്ഞിട്ടുള്ള ഡിസൈൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പൊന്തി കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഒരു ഹണി ബീയുടെ സ്റ്റാമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹോട്ട് എയർ ബലൂണിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഈ ടീമൂന്ന് വാങ്ങിച്ച സ്റ്റാമ്പ്സ് ഒക്കെ കുറച്ച് തിക്നെസ് കുറവാണ്. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതൊക്കെ അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉണ്ട്. അതാണ് വ്യത്യാസം വരുന്നത്. ഇനി ഇതൊരു സൺഫ്ലവർ അതേപോലെ ബട്ടർഫ്ലൈയും കൂടെ വരുന്ന ഒരു രീതിക്കുള്ള ഡിസൈന്. ഇത് നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി നിൽക്കും. അതായത് ഫ്ലവറും അതുപോലെ ബട്ടർഫ്ലൈയും കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തൊരു 3D കൈൻഡ് ഓഫ് അങ്ങനെ ഒരു രീതിക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയാണത് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും. അത് ഞാൻ ഏതൊക്കെ വീഡിയോയിൽ സ്റ്റാമ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത ഡിസൈൻ. ഇനി കാണിക്കുന്നത് ഇതൊരു കുട്ടി ഇങ്ങനെ കുറച്ച് ബലൂൺസ് പിടിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇനി കാണിക്കുന്ന ഡിസൈൻ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഹോഗ്വാർട്സ് ആ ഒരു ഡിസൈനാണ് കേട്ടോ. അതെൻ്റെ ഫേവറേറ്റ് ഡിസൈനാണ്. അത് ഏതൊക്കെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് കുറച്ച് മൗണ്ടെയിൻസ് അങ്ങനത്തെ ട്രാവൽ കൈൻഡ് ഓഫ് തീമിൽ വരുന്ന ഒരു ഡിസൈനാണ്. പിന്നെ ഇത് ഒരു ഏഞ്ചൽ ഇങ്ങനെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഡിസൈനും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. റൗണ്ട് അല്ല, ഒരു കൈൻഡ് ഓഫ് ഫ്രെയിമിൻ്റെ ഒക്കെ ഒരു പോലത്തെ ഒരു ഡിസൈന്. പിന്നെ ഇതും ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഡിസൈന്, സൈഡിലും ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു റോസ് ഫ്ലവർ അങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് സ്നോ ഫ്ലേക്ക് അങ്ങനത്തെ ഒരു ഡിസൈന്. ഇതെൻ്റെ കയ്യിൽ അറിയാണ്ട് 2 വാങ്ങിച്ച് പോയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇതൊരു ഹാർട്ട് ഷേപ്പാണ്. ഇങ്ങനെ കുറേ ക്രോസ് ലൈൻസും, ക്രോസ് അല്ല ഡയഗണലായിട്ടുള്ള ലൈൻസ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് വാക്സിൽ സ്റ്റാമ്പ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.